നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും മത്സരിക്കാൻ CPM പച്ചക്കൊടി കാട്ടി. ധർമ്മട മണ്ഡലത്തിൽ നിന്നും മുഖ്യമന്ത്രി ജനവിധി തേടുന്നത് സംബന്ധിച്ച് പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ തർക്കങ്ങളില്ലാതെ തീരുമാനമായി. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കണ്ണൂർ CPMൽ പുകഞ്ഞ അതൃപ്തിയിൽ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ടു. KK ശൈലജയെ മട്ടന്നൂരിൽ തന്നെ മത്സരിപ്പിക്കുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം കേരള ഘടകത്തിന് കർശന നിർദ്ദേശം നൽകി. പക്ഷേ അതൊരു തീരുമാനം പോലെ പോളിറ്റ് ബ്യൂറോ എടുക്കില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വിടുകയാണ്. മട്ടന്നൂർ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വിരമിക്കലിന് പോലും തയ്യാറാണെന്ന ശൈലജ ടീച്ചറുടെ കടുത്ത നിലപാട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ താൽപര്യം കേരള ഘടകത്തെ അറിയിച്ചു. ശൈലജയെ പോലൊരു ജനകീയ നേതാവിനെ മാറ്റി നിർത്തുന്നത് പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി പാഠമായി ഉൾക്കൊള്ളണമെന്നും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇളവ് നൽകി മത്സരിപ്പിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ശൈലജ ടീച്ചർക്കും സ്പീക്കർ AN ഷംസീറിനും ടേം വ്യവസ്ഥയുടെ പേരിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന് പരാതി ശക്തമായിരുന്നു. മട്ടന്നൂർ വിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും താനില്ലെന്ന് ടീച്ചർ ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് കേന്ദ്രം ഇടപെടാൻ നിർബന്ധിതമായത്. ശൈലജയുടെ മടങ്ങിവരവ് ഉറപ്പാക്കുന്നതിലൂടെ കണ്ണൂരിലെ ആഭ്യന്തര കലഹം ഒതുക്കാനും തിരഞ്ഞെടുപ്പ് ഗോതിയിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കൂട്ടൽ. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ ശൈലജയുടെ പേരും മട്ടന്നൂരിൽ തന്നെ ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടുകൾ ഒത്തുപോകുന്നതോടെ വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കണമെന്നും അദ്ദേഹം വീണ്ടും മത്സരിക്കണമെന്നും CPM കേരള ഘടകം പോളിറ്റ് ബ്യൂറോയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. CPM ചട്ടപ്രകാരം 75 വയസ്സ് കഴിഞ്ഞ നേതാക്കൾ പദവികളിൽ നിന്ന് വിരമിക്കണമെന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് നേരത്തെ തന്നെ PB ഇളവ് നൽകിയിരുന്നു. ഭരണ തുടർച്ചയ്ക്കായി പിണറായിയുടെ നേതൃത്വം അനിവാര്യമാണെന്ന റിപ്പോർട്ടാണ് സംസ്ഥാന ഘടകം PBയിൽ സമർപ്പിച്ചത്. പ്രായപരിധി ചട്ടത്തിൽ പിണറായിക്ക് പ്രത്യേക ഇളവ് നൽകി ധർമ്മട മണ്ഡലത്തിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടാൻ അനുവദിക്കണമെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാട്. ഇതാണ് PBയും അംഗീകരിച്ചത്. പിണറായി വിജയനൊപ്പം മന്ത്രിസഭയിലേക്ക് രണ്ടാമതായി ആരെ കൊണ്ടുവരണം എന്നതുൾപ്പെടെയുള്ള ചർച്ചകളും പാർട്ടിയിൽ സജീവമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ മറികടക്കാൻ ശക്തമായ നേതൃത്വം വേണമെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചത്. പിണറായി വിജയൻ നയിക്കുന്നതോടെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാമെന്നും പാർട്ടി കണക്കൂട്ടുന്നു. അതേസമയം വടകരയിൽ തോറ്റെങ്കിലും ശൈലജ ടീച്ചറിന്റെ ജനപ്രീതി കുറഞ്ഞിട്ടില്ലെന്ന വിലയിരുത്തലുകളുമുണ്ട്. എന്നാൽ ശൈലജയുടെ ഈ ജനപ്രീതി പാർട്ടിയിലെ ചില നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കണ്ണൂരിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലെ ആദ്യഘട്ടത്തിൽ ശൈലജയുടെ പേര് പരിഗണിക്കാതെ പോയതും ഈ നേതാക്കളുടെ അതൃപ്തി കാരണമാണെന്ന് സൂചനയുണ്ട്. പിണറായിക്ക് പകരം ആരെ എന്ന ചോദ്യത്തിനും പാർട്ടി ഉത്തരം നൽകേണ്ടതുണ്ട്. ഈ സ്ഥാനത്തേക്കുള്ള നേതാക്കളുടെ മത്സരമാണ് ഒതുക്കൽ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ KK ശൈലജയ്ക്ക് അതൃപ്തി എന്ന മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കണ്ണൂരിലെ മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യമേ ഇല്ല എന്ന നിലപാടിലാണ് KK ശൈലജ. ഇക്കാര്യം CPM നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതേസമയം ശൈലജയെ വെട്ടാനാണ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. 5 വട്ടം മത്സരിച്ചതിനാൽ ശൈലജ മത്സരിക്കേണ്ടെന്ന നിലപാടായിരുന്നു നേതാക്കളെടുത്തത്. മട്ടന്നൂർ അല്ലെങ്കിൽ ശൈലജയെ പേരാവൂരിൽ പരിഗണിക്കാനായിരുന്നു സാധ്യത. എന്നാൽ വടകരയിലടക്കം പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച സ്ഥിതിക്ക് മട്ടന്നൂരിൽ തന്നെ മത്സരിക്കാനായിരുന്നു ശൈലജയ്ക്ക് താല്പര്യം.